ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ലഞ്ച് പ്രിപ്പറേഷനുമായിട്ടാണ് വന്നത്. പ്രത്യേകമൊന്നുമില്ല, ഒരു മുരിങ്ങക്ക കറിയും പിന്നെ പച്ച മസാല അരച്ചിട്ടുള്ളൊരു മത്തി ഫ്രൈയുമാണ്. അപ്പോൾ ഇത് മുരിങ്ങക്ക കറി മാംഗ്ലൂരിൽ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നത്, വേറെ രീതിയിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അത് എനിക്കത്ര ഇഷ്ടമല്ല. അപ്പോൾ ഇവിടുത്തെ മുരിങ്ങക്ക കറിയും എൻ്റെ വീട്ടിലൊക്കെ ഇഷ്ടമാണ്. ഇതെൻ്റെ മദറിൻലോൻ്റെ സെബിൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ്. ഇത് കുക്കറിലൊന്നുമല്ല ഉണ്ടാക്കുന്നത്, പരിപ്പൊന്നും കുക്കറിലല്ല വേവിക്കുന്നത്. ഇത് അടുപ്പത്ത് വെച്ച് തന്നെ ഉണ്ടാക്കുന്നത്. വീട്ടിലാണെങ്കിൽ അടുപ്പത്തൊക്കെ ഞങ്ങൾ വെക്കും, അപ്പം നല്ല രസം ഉണ്ടാവും. മാംഗ്ലൂരിലാകുമ്പോൾ അടുപ്പൊന്നും ഇല്ലല്ലോ. അപ്പം ഞങ്ങൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. ആദ്യം ഞങ്ങളിതിലേക്ക് കുറച്ച് ഒരു പിടി തുവരപ്പരിപ്പ് എടുക്കുക. എന്നിട്ട് ഒരു 2 മണിക്കൂർ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക, സോക്ക് ചെയ്യുക. ഓവർനൈറ്റ് ആണെങ്കിലും വിരോധമൊന്നുമില്ല. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരു പരിപ്പിൻ്റെക്കാൾ കുറച്ച് മുകളിൽ നിൽക്കാനുള്ള വെള്ളം ഒഴിക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് ഇതൊരു 10 മിനിറ്റോളം ഒന്ന് വേവിക്കുമ്പോൾ തന്നെ ഞങ്ങളെ പരിപ്പൊക്കെ റെഡിയാവും. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇടുക. ഇപ്പം ഞാൻ 2 പച്ചമുളക് ഇട്ട്, അരപ്പിന് ചില ആൾക്കാർക്ക് പച്ചമുളക് ഇടാൻ താല്പര്യമില്ലെങ്കിൽ എത്ര അരി വീഴും അത് മൊത്തം ഇപ്പം തന്നെ ഇടുക. എന്നിട്ട് മൂടി വെച്ച് വേവിക്കുക. ഇനി ഞങ്ങൾ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങി. ബീട്രൂട്ട് തോരനിലേക്ക് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കടുകിട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കും. നല്ല ജീരകമാണ്, എനിക്ക് ആ ഫ്ലേവർ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇടുക. കടുകൊക്കെ പൊട്ടി വന്ന ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും ഇട്ട് കൊടുക്കുക. പച്ചമുളക് കുറച്ചൊന്ന് എരിവ് കുറച്ചിട്ട് ഇടണം, ഞാൻ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉള്ളി ഇടുക. സവാളേൻ്റെക്കാൾ നല്ലത് ചെറിയുള്ളി ഇടലാണ്. പക്ഷേ ഇവിടെ എനിക്ക് സവാള കിട്ടാനുള്ള വകുപ്പില്ല, അതുകൊണ്ടാണ് ഞാൻ ചെറിയുള്ളി കിട്ടൂല, അതുകൊണ്ടാണ് ഞാൻ സവാള ഇടുന്നത്. പിന്നെ ബീട്രൂട്ടിലേക്ക് കുറച്ച് ഞാൻ മുളക് പൊടി ഇടുന്നത് എന്താ പറഞ്ഞാൽ, ബീട്രൂട്ട് കുറച്ച് മധുരമല്ലോ, അപ്പോൾ എനിക്ക് മുളക് പൊടി ഇടുമ്പോഴാണ് കുറച്ച് പ്രോപ്പറായി തോന്നുക. പച്ചമുളക് മാത്രമേ ചെറുതായിട്ടൊന്ന് മധുരം തോന്നും, അതുകൊണ്ടാണ്. എന്നിട്ട് അരിഞ്ഞു വെച്ച ബീട്രൂട്ട് ഇടുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഒന്ന് സ്ലോ ആക്കിയിട്ട് ഒന്ന് അടിച്ച് വെക്കുക. ഇതിൽ കുറച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കും, ആവശ്യത്തിനുള്ളത്. കുറച്ചൊരു വെള്ളം മതി, എന്നാലും ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കൂല. അപ്പോഴത്തേക്കും പരിപ്പൊക്കെ കുറച്ചൊക്കെ വെന്തിട്ടുണ്ട്. അതിന് വെള്ളം കുറച്ച് ആവശ്യമുണ്ടായപ്പോൾ ഞാനൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് ഒരു തക്കാളിയാണ്, കുറച്ച് വലിയ തക്കാളി ആയതുകൊണ്ടാണ്. ഇപ്പം 3/4 വേവായിട്ടുണ്ട്, വെന്ത് ഒടിയാൻ ഉണ്ട്. അത് ഞങ്ങൾക്കിനി മുരിങ്ങൊക്കെ വേകുമ്പോൾ ശരിയായിക്കോളൂ. എന്നിട്ട് ഒരു തക്കാളിയാണ്, വലിയ തക്കാളിയാണ്, ചെറുതാനെ 2 എടുത്താൽ മതി. എന്നിട്ട് മുരിങ്ങക്ക ഇട്ട് കൊടുക്കുക, ഒന്ന് മിക്സ് ചെയ്യുക. ഇതിന് ഇനിയും വെള്ളം വേണം. അപ്പോൾ ഞാൻ കുറച്ച് ഒരു ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്, പച്ചവെള്ളമല്ല. എന്തെങ്കിലും ചൂടുള്ള സാധനത്തിൽ പച്ചവെള്ളം വേവിച്ചാൽ ആ ടേസ്റ്റ് മാറും, അതുകൊണ്ടാണ്. ഇപ്പോഴും ഞാൻ ഇതിന് ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ഞങ്ങൾ പരിപ്പൊക്കെ വേവിക്കുമ്പോൾ ഉപ്പ് ഇപ്പം തന്നെ ഇടരുത്, വെന്ത ശേഷമാണ് ഇടേണ്ടത്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മാസാണ്. മാസ് പറഞ്ഞാൽ ഇത് ഒരു മീനിൻ്റെ, ഇത് ലക്ഷദ്വീപിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്, മാസ് പറയും. ഇത് മീനിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ, ഏത് മീനുണ്ടാണെന്ന്. ആ മീൻ ഉണക്കിയ ഒരു സാധനമാണ്. ഇതാണ് പൊടി ആക്കാത്ത സാധനം, അത് ഞങ്ങൾ പൊടിച്ച് വെച്ചതാണ്. ഇതാണ് ഹോള്. ഞങ്ങളുടെ നാട്ടിൽ ആ മീനിക്ക് കേതൽ എന്ന് പറയും. മലയാളത്തിൽ ആ മീനിക്ക് എന്താ പറയുക എനിക്കറിയില്ല. ഒരു ബ്ലാക്ക് കളർ ഒരു മീനാണ്. ആ മീൻ ഞങ്ങളിവിടെ കഴിക്കാറില്ല. ഇങ്ങനെ ഉണക്കി പച്ചക്കറിക്കൊക്കെയാണ് ഇടുക. എന്നിട്ട് അത് മൂടി വെച്ചിട്ട് തോരൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് എന്തെങ്കിലും കുറവുണ്ടോ നോക്കുക, ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടോ നോക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി തേങ്ങ ഇട്ട് കൊടുക്കുക. ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് കുറച്ചൊരു വെള്ളം ഒഴിച്ച് കൊടുത്തു ഞാനിപ്പോൾ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. ബീട്രൂട്ട് തോരനൊക്കെ തേങ്ങ ഇട്ടാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ പിന്നെ ഏത് തോരനക്കും എനിക്ക് തേങ്ങ ഇല്ലാതെ ഇഷ്ടമല്ല. ചിലരൊക്കെ തോരനക്ക് അങ്ങനെ തേങ്ങ ഇടാറില്ല, പക്ഷേ എനിക്ക് തോരനക്ക് തേങ്ങ ഇടാതെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാ തോരനക്കും ഞാൻ തേങ്ങ ഇടും. എന്നിട്ട് ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുളക് പൊടി ഇടണമെന്ന്, അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. ചിലവർ ഇതിന് ഇഞ്ചും ഇട്ട് കൊടുക്കും. ആദ്യം ഞങ്ങൾ കടുകൊക്കെ പൊട്ടിക്കുമ്പോൾ ചെറുതായി ഇഞ്ചും ഇട്ട് കൊടുക്കും, അത് കടിക്കാൻ ഇഷ്ടമുള്ളവർ. എൻ്റെ ഫ്രണ്ടൊക്കെ അങ്ങനെ ചെയ്യും. എനിക്ക് അങ്ങനെ ഇഞ്ചി ഫ്ലേവർ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ഇഞ്ചി ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ മുളക് പൊടിയും ആഡ് ചെയ്തിട്ട് ഒന്ന്
മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് കുറച്ചൊരു ഇനി വേവാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് ഇനി മൂടി വെച്ചിട്ട് വേവിക്കുകയാണ്. ഉപ്പും ചെക്ക് ചെയ്തപ്പോൾ ശരി ഉപ്പും കുറവുണ്ട്, അപ്പോൾ ഉപ്പും ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ കറി ഒന്ന് നോക്കുകയാണ്. കറി വേവിനുണ്ട്, അപ്പോൾ വേവട്ടെ. അപ്പോഴത്തേക്ക് ഞങ്ങൾ മീനക്കുള്ള അരപ്പ് റെഡിയാക്കാം. മീനക്ക് ഞാൻ ഒരു പകുതി ഉള്ളിയാണ് വെട്ടിയത്, സവാളാണ്, ചെറിയുള്ളിയാണ് ഇടേണ്ടത്. ചെറിയുള്ളി ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ സവാള എടുത്തത്. എന്നിട്ട് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി മാത്രം എടുത്താൽ മതി, ഇവിടെ പേസ്റ്റ് ഉള്ളത് കൊണ്ട് ഞാൻ പേസ്റ്റ് ഇട്ടത്. എന്നിട്ട് 2 പച്ചമുളക്, അവരവരെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുത്താൽ മതി. ഇവിടുത്തെ പച്ചമുളക് എരിവില്ലാത്ത കൊണ്ടാണ് ഞാൻ 2 എടുക്കുന്നത്. എന്നിട്ട് കുറച്ച് മല്ലിയില, ഇതിൻ്റെ ഒപ്പം കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യണം. ഞാൻ വിട്ടുപോയി അത് കാണിക്കാൻ. എന്നിട്ട് അതിലേക്ക് പകുതി ടീസ്പൂണാണ്, 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി കളറിന് മാത്രം. എന്നിട്ട് കുറച്ച് പകുതി സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ഒരു പകുതി നാരങ്ങ ഒന്ന് പിയ്യുക. എന്നിട്ട് ഇതിലേക്ക് 1-2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കുക. സുർക്ക ഇഷ്ടമില്ലാത്തവർക്ക് നാരങ്ങ തന്നെ കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുത്താൽ മതി. നാരങ്ങ ഇല്ലാത്തവർ കുറച്ച് കൂടുതൽ സുർക്ക ഒഴിച്ച് കൊടുത്താൽ മതി, അങ്ങനെ മതി. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം അരച്ചെടുക്കുക. സുർക്കൊക്കെ ഒഴിച്ചത് കൊണ്ട് ഇതിന് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒന്ന് നല്ലോണം ഒന്ന് അരച്ചെടുത്താൽ മതി. എന്നിട്ട് റെഡിയാക്കി വെച്ച മത്തിലേക്ക് നല്ലോണം തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കണം കേട്ടോ, ടേസ്റ്റ് എന്തെങ്കിലും കുറവുണ്ടോയെന്ന്, ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്തു. ഞാൻ നേരത്തെ മഞ്ഞൾപ്പൊടി ഇടാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒരു കളറിനൊരു ലുക്കില്ല, ഒരു ലുക്ക് കുറവുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മീനിലൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിൽ കാണാൻ വലിയ ലുക്കും ഉണ്ടാവില്ല, ഒരു സ്മെല്ല് പോലെ തോന്നും. അതുകൊണ്ടാണ് അതൊക്കെ ഒന്ന് നല്ലോണം തേച്ച് പിടിപ്പിച്ചു ഞാൻ. അങ്ങനെ മീനിലേക്കുള്ള മുട്ട ഉണ്ടായിരുന്നു. മുട്ട പറഞ്ഞാൽ ചില സ്ഥലത്ത് പഞ്ഞി എന്നായിരിക്കും പറയണത്, ഞാനും മുട്ട എന്നാണ് പറയൽ. എന്നിട്ട് അതും കൂടി ഞാൻ തേച്ച് പിടിപ്പിച്ച് ഇനി മീൻ ഫ്രൈ ചെയ്യാൻ വെക്കുകയാണ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഇത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല. ഷാലോ ഫ്രൈ പറഞ്ഞാൽ 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി, കൂടുതലൊന്നും വേണമെന്നില്ല. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രമിക്കുക. സൺഫ്ലവർ ഓയിലൊന്നും ഫ്രൈ ചെയ്യുമ്പോൾ വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിന്. എന്നിട്ട് മീൻ വെച്ച് ഫ്രൈ ചെയ്യുക. ഇത് കുറച്ച് വലിയ പാൻ എടുത്തത് കൊണ്ട് ഞാൻ അറ്റ് ടൈം തന്നെ എല്ലാം ഒരുമിച്ച് വെച്ച് ഫ്രൈ ചെയ്യാണ്. ചെറിയ ഫാൻ എടുക്കുകയാണെങ്കിൽ 2-3 ബാച്ചായിട്ട് ഞങ്ങൾക്ക് ഇടാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും മീനിൻ്റെ മുട്ടയും കൂടി ഇട്ട് ഫ്രൈ ചെയ്യാൻ വെക്കുകയാണ്. ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ആദ്യം തന്നെ ഹൈ സ്പീഡിലൊന്നും വെക്കണ്ട. പിന്നെ തീ കുറഞ്ഞും തോന്നിയാൽ മാത്രം ഒന്ന് ഫ്ലെയിം കൂട്ടിയാൽ മതി. എന്നിട്ട് മീനൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് സാധാ ഞങ്ങൾ എങ്ങനെ മീൻ ഫ്രൈ ചെയ്യും അങ്ങനെ തന്നെ മീൻ ഫ്രൈ ചെയ്യുക. ഇത് മീൻ ആദ്യം തന്നെ വറ്റിച്ച് വെക്കുകയോ അതൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും. ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ മാരിനേറ്റ് ചെയ്തിട്ടില്ല, എനിക്ക് ടൈമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ മാരിനേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. എന്നിട്ട് ഞങ്ങൾ കരിക്കുള്ള അരപ്പ് റെഡിയാക്കാം, ഞങ്ങൾ മുരിങ്ങക്ക കറിക്ക്. എന്നിട്ട് അതിലേക്ക് 1 പിടി തേങ്ങ, പിന്നെ കുറച്ച് ജീരകം, ചെറിയ ജീരകമാണ്, നല്ല ജീരകം പറയില്ലേ ആ ജീരകമാണ്. എനിക്ക് ഈ കറി ഭയങ്കര ഇഷ്ടമാണ്. മാംഗ്ലൂരിൽ മുരിങ്ങക്ക കറി വേറെ രീതിയിൽ ഉണ്ടാക്കുന്നത്, അതെനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാൻ മുരിങ്ങക്ക കറി കഴിക്കാൻ തുടങ്ങിയത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു പകുതി സവാല ഇട്ട്, സവാല അല്ല സത്യത്തിൽ ഇതിലിടേണ്ടത്, ഇതിൽ ചെറിയുള്ളിയാണ് ഇടേണ്ടത്. പക്ഷേ ചെറിയുള്ളി ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ സവാല ഇട്ടത്, ഇവിടെ ചെറിയുള്ളി കിട്ടൂല ഞങ്ങൾക്ക്, അതുകൊണ്ടാണ്. എന്നിട്ട് ഞാനൊരു പകുതി പച്ചമുളകും കൂടി അരപ്പിന് ചേർക്കാൻ താല്പര്യമില്ലാത്തവർ മുരിങ്ങക്ക വേവുമ്പോൾ തന്നെ വെച്ചാൽ മതി. എന്നിട്ടിത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം അരച്ചെടുക്കുകയാണ്. എന്നിട്ടിത് ഞങ്ങൾ കറിയിലേക്ക് മിക്സ് ചെയ്തു. കറി തക്കാളിയും പിന്നെ മുരിങ്ങക്കും പരിപ്പൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. തക്കാളി കുറച്ച് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് വേവിക്കുന്നത്, നല്ല വേവിച്ചു ഒടിയാനൊന്നും വിടൂല. എന്നിട്ട് ഇതിലേക്ക് ഇപ്പോഴാണ് ഉപ്പ് ചേർക്കുക, ഇതിന് മുമ്പൊന്നും ഉപ്പ് ചേർത്തില്ലായിരുന്നു. കറി അരപ്പ് ചേർത്ത ശേഷമാണ് കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഇതിന് തിളക്കാൻ വിടുകയാണ്.
കറിയായിട്ട് നല്ലോണം തളിച്ചു മറിയാനൊന്നും വിടരുത്. തേങ്ങ ഇട്ട കറി ആയതുകൊണ്ട് ഒന്നോ രണ്ടോ തല വന്നാൽ മതി, കൂടുതൽ വേണമെന്നൊന്നുമില്ല. എന്നിട്ടിത് താളിക്കാൻ തുടങ്ങുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക, അതിലേക്ക് കുറച്ച് ഉലുവ ഇടും. ഞാൻ ഇങ്ങനെയുള്ള കറിക്കൊക്കെ കുറച്ച് ഉലുവ ഇടും താളിക്കുമ്പോൾ, അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. എന്നിട്ട് അതിലേക്ക് കടുകിടുക. അതൊന്ന് കടുകൊക്കെ പൊട്ടി വരുമ്പോൾ ഇനി ഞാനത് കുറച്ചൊരു ജീരകം, ഒരു 1/4 ടീസ്പൂൺ ജീരകമാണ് ആഡ് ചെയ്യണത്. എന്നിട്ട് ഒറ്റൽമുളക്, എന്ന് ഞങ്ങൾക്ക് ചെറിയുള്ളുണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കുക. ചെറിയുള്ളില്ലാത്ത കൊണ്ട് ആഡ് ചെയ്തില്ല. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് താളിച്ചാൽ ഞങ്ങളെ കറി റെഡിയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇന്നത്തെ ലഞ്ച് വിശേഷം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.